സോ ഇവിടെ എന്താണ് നമുക്ക് പെട്ടെന്ന് വന്നെങ്കിൽ പേരങ്ങ് നോക്കിയാൽ മതി അല്ലേ. ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ, മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, റിയാലിറ്റി, സർവീസ്, ഇതൊക്കെ കൊളാപ്സ് ചെയ്തിടുക. അപ്പോൾ അപ്പുറത്ത് നമുക്ക് ഫാർമയാണ് ഇന്ന് ഷോർട്ടിന് നല്ലതെന്ന് തോന്നി. ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വളരെ മികച്ച രീതിയിൽ ഒരു വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ പറയുന്നു, ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്ക് നല്ലൊരു വാച്ച് ലിസ്റ്റ് ഇല്ല, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളത്. ഈ വീഡിയോ കണ്ടു തീരുമ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ഞാനും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു, ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടതാണ് ഏറ്റവും നല്ല വാച്ച് ലിസ്റ്റ് പ്രിപ്പറേഷൻ, എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നല്ലൊരു വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഒരു ട്രേഡറെ സക്സസ്ഫുൾ ആക്കുന്നതിൻ്റെ പിന്നിൽ വളരെ നല്ലൊരു വാച്ച് ലിസ്റ്റ്, അതായത് നല്ലൊരു പ്രിപ്പറേഷനോട് കൂടിയുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. നല്ലൊരു വാച്ച് ലിസ്റ്റ് ഇല്ലാതെ ഒരാൾക്കും ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറോദയുടെ പ്ലാറ്റ്ഫോമാണ്. സെറോദയുടെ പ്ലാറ്റ്ഫോമിൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5, 6 വാച്ച് ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതിലൊന്നും തന്നെ ഞാൻ സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടില്ല. സെറോദ റീസെൻ്റ്ലി പുതിയൊരു ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നല്ലൊരു വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം സെറോദയിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സെറോദയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്യൂച്ചറിൽ ട്രൈ ഔട്ട് ചെയ്യുക. ഇനി അങ്ങനല്ല, നിങ്ങൾ വേറെ ബ്രോക്കറിലാണ് നിങ്ങൾക്ക് സെറോദയിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ സാധാരണ നമ്മൾ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ റാൻഡം ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നതാണ് പതിവ്. അതിന് പകരം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ താഴെ ഇവിടെ ഒരു ക്രിയേറ്റ് ഓർ മാനേജ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഓൾറെഡി കണ്ട എൻ്റെ 6 വാച്ച് ലിസ്റ്റ്, അതിന് പകരം ഇവിടെ ഡിസ്കവറിൽ ഇവിടെ നമുക്ക് സെറോദയുടെ കസ്റ്റം വാച്ച് ലിസ്റ്റ് അവൈലബിൾ ആണ്. അതായത് മേജർ ആയിട്ടുള്ള ഇൻഡീസസ്, രണ്ടാമത് ഗ്ലോബൽ ഇൻഡീസസ്, പിന്നെ നിഫ്റ്റി 50, അതേപോലെ തന്നെ സെക്ടർ നിഫ്റ്റി 50 തന്നെ സെക്ടർ വൈസ് തിരിച്ചിട്ടുള്ളത്, അതേപോലെ നിഫ്റ്റി 100, ലാർജ്, മിഡ് ക്യാപ് 250, മിഡ് ക്യാപ്, അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട സെക്ടർ വൈസും അതേപോലെ തന്നെ ഇൻഡെക്സ് വൈസൊക്കെ നമുക്കിവിടെ കസ്റ്റം വാച്ച് ലിസ്റ്റ് അവൈലബിൾ ആണ്. സോ ഞാൻ ഫസ്റ്റ് ഇവിടെ മേജർ ഇൻഡീസസ് ആഡ് ടു വാച്ച് ലിസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ 7ാമത് മേജർ ഇൻഡീസസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ട് ഏറ്റവും ഫസ്റ്റിൽ കൊണ്ടുപോയി ഇടുന്നു. ഓക്കെ, സോ അതിനുശേഷം എൻ്റെ വാച്ച് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ 1ാമത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ആദ്യം നോക്കുമ്പോൾ തന്നെ നിഫ്റ്റി 50 ഇന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 എങ്ങനെയാണ്, നിഫ്റ്റി മിഡ് ക്യാപ്പ് എങ്ങനെയാണ്, നിഫ്റ്റി ബാങ്ക്, അതേപോലെ തന്നെ ഓരോ പ്രധാനപ്പെട്ട സെക്ടോറിയലിനെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. PSU ബാങ്ക് എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, ഇൻഫ്ര എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുവഴി നമുക്ക് ഇന്ന് മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് സെക്ടറാണ്, ഏത് ഇൻഡെക്സ് ആണ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം 2ാമത് അതേ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും താഴെ വരുമ്പം NSE F&O സ്റ്റോക്ക് ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് വരും. അതിൻ്റെ താഴെ NSE F&O സ്റ്റോക്സ് ഗ്രൂപ്പ്ഡ് ബൈ സെക്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഞാൻ അത് എഗെയിൻ ആഡ് ടു മൈ വാച്ച് ലിസ്റ്റ് കൊടുത്ത് വീണ്ടും മൈ ലിസ്റ്റിൽ വന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യും, അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് രണ്ടാമത് കൊണ്ടുപോയി ഇടും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയായി,
ഇവിടെ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇവിടെ പ്രധാനപ്പെട്ട ഇൻഡീസിസും പ്രധാനപ്പെട്ട സെക്ടേഴ്സും വന്നു. രണ്ടാമത് ഇവിടെ F&O സ്റ്റോക്ക് ലിസ്റ്റ് വന്നു. സ്റ്റോക്ക് ലിസ്റ്റ് സെക്ടർ വൈസ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻസിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് 16 സ്റ്റോക്കുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം കെമിക്കലിനുള്ളിൽ 9 കെമിക്കൽ സ്റ്റോക്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, അങ്ങനെ ഓരോ സെക്ടേഴ്സ് വൈസും നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് വൈസ് അല്ലെങ്കിൽ സെക്ടർ വൈസ് വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ഓരോ ചാർട്ടുകൾ എടുത്ത്, ഇല്ലെങ്കിൽ ഞാനിവിടെ ഓട്ടോയുടെ ചാർട്ട് എടുക്കുന്നു. ഓട്ടോയുടെ ചാർട്ട് എടുക്കുമ്പോൾ എന്താണ്? 15 മിനിറ്റ്സിൽ ബീറിഷ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാനൊരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ഞാനൊരു 1 hour ടൈം ഫ്രെയിമിൽ വരുമ്പം എനിക്ക് അത്ര ട്രെൻഡിങ് ആയി തോന്നുന്നില്ല. എഗെയിൻ ഞാൻ താഴോട്ട് വന്ന് ഇന്ന് FMCG 1.5% പെർഫോം ചെയ്തിട്ടുണ്ട്. FMCG എന്താണ്? സൈഡ് വേസ് ആണ്. അതിനുശേഷം PSU ബാങ്കിൽ വന്ന് നോക്കുമ്പം ഓക്കെ, PSU ബാങ്ക് എന്താണ്? ഒരു ബുള്ളിഷ് ആണെന്നും ഇവിടെ എന്താണ്? ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട് എന്നും എനിക്ക് മനസ്സിലായെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഇവിടെ എനിക്ക് PSU ബാങ്കിൻ്റെ ചാർട്ട് നോക്കിയപ്പോൾ ബുള്ളിഷ് ആണെന്നും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ടെന്നും തോന്നി. അപ്പം ഞാൻ എന്തായിരിക്കും? രണ്ടാമതിലോട്ട് വന്നിട്ട് ഇവിടെ എന്തായിരിക്കും? ബാങ്കിങ്, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് എവിടെയാണ്? കൺസ്യൂമർ സർവീസിൽ വന്ന് ഫാസ്റ്റ് മൂവിങ് അവർ നോക്കി. ഇവിടെ ഫിനാൻഷ്യൽ സർവീസിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? സ്റ്റോക്കുകൾ നോക്കും. അതായത് PSU ബാങ്ക്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിഫ്റ്റി ബാങ്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ആയിരിക്കും. അതെ, നിഫ്റ്റി ബാങ്കിലും ഇവിടെ എന്താണ്? ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നി, ഇത് ഇൻഡെക്സ് അനലൈസ് ചെയ്തത് വഴി. ഓക്കെ, അത് കഴിയുമ്പോൾ എന്താണ്? PSU ബാങ്കും നിഫ്റ്റി ബാങ്കും അനലൈസ് ചെയ്യുന്നത് വഴി ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് സെക്ടർ സ്ട്രോങ് ആണെന്ന് മനസ്സിലാവും. സോ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ വാച്ച് ലിസ്റ്റിൽ വന്നുകൊണ്ട് ഞാനിവിടെ എന്താണ്? ഓരോ സ്റ്റോക്കുകളെയും ഞാനിവിടെ നോക്കും. കൺസ്യൂമർ സർവീസ്, ഫാസ്റ്റ് മൂവിങ്, പിന്നെ എന്താണ്? ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത്. ഫിനാൻഷ്യൽ സർവീസിൽ വന്ന് ഇവിടെ ഞാൻ ഏതൊക്കെയാണ് സ്ട്രോങ് സ്റ്റോക്സ് എന്നുള്ളത് നോക്കും. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഔട്ടിന് സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇല്ലെങ്കിൽ ഓക്കെ, ഇപ്പം ഞാനിവിടെ ഈ ഒരു സ്റ്റോക്കിനെ എടുക്കുന്നു. ഓക്കെ, അതേതായിരുന്നു സ്റ്റോക്ക്? നമ്മളുടെ AU ബാങ്ക്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കിന് ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിനൊരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ മൂന്നാമത്തെ വാച്ച് ലിസ്റ്റിൽ ഞാൻ വന്നിട്ട് ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എന്താണ്? ടോപ്പ് 5 സ്റ്റോക്സ് എന്ന് ഞാൻ കൊടുക്കും. ടോപ്പ് 5 സ്റ്റോക്സ്. അതിനുശേഷം ഞാൻ അതിനൊരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഗ്രീൻ കളർ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു പുതിയ ഗ്രൂപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഞാനിവിടെ ആഡ് ഐറ്റത്തിൽ വന്ന് ഇവിടെ എന്താണ്? AU ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്സ് ഞാനിവിടെ ആഡ് ചെയ്തു. എഗെയിൻ രണ്ടാമത് വന്നു ഫിനാൻഷ്യൽ സർവീസിൽ, ഇല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം ഫുൾ 1 by 1 ആയിട്ട് പോകുന്നില്ല, വളരെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ റാൻഡമായിട്ട് ഇപ്പോൾ ബജാജ് ഫിനാൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചു. സോ ഞാനിവിടെ എന്താണ്? എൻ്റെ മൂന്നാമത്തെ ഇതിൽ വന്നിട്ട് ഞാൻ പുതിയ സ്റ്റോക്സ് അവിടെ ആഡ് ചെയ്യും. ബജാജ് ഫിനാൻസ്. ഓക്കെ, അവിടെ ബജാജ് ഫിനാൻസ് വന്നു. ഇനി HDFC ബാങ്ക് നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ HDFC ബാങ്ക് ആഡ് ചെയ്തു. ഇനി എനിക്ക് HDFC ലൈഫ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? HDFC ലൈഫ് ആഡ് ചെയ്യും. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്യുന്നു, ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ്? ഇവിടെ ടോപ്പ് 5 സ്റ്റോക്സിൽ ഞാനിപ്പം വേറെ എനിക്കിപ്പോൾ റിലയൻസ് സ്ട്രോങ് ആയിട്ട് തോന്നി, ഞാനിവിടെ റിലയൻസ് ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിപ്പം ITC എനിക്ക് നല്ലതായിട്ട് തോന്നി, പലവിധ കാരണങ്ങളാൽ ഞാൻ ITC ആഡ് ചെയ്തു. സോ ഇവിടെ എന്താണ്? ഇത് ഞാൻ റാൻഡമായിട്ടാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെക്ടർ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിലെ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലത് നാളത്തേക്കോ വരുന്ന ദിവസങ്ങളിലേക്കോ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ടോപ്പ് പ്രിയോറിറ്റി കൊടുക്കുന്ന 5 സ്റ്റോക്സ് ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ഉണ്ടാകേണ്ടത്. ടോപ്പ് 5 എന്ന് പറയുന്നത്. ഇപ്പം നോർമലി ഞാൻ ട്രേഡ് ചെയ്യുമ്പം ഞാൻ തലേ ദിവസം എന്താ പറയുക,
എല്ലാ സെക്ടറിൽ കൂടെയും കയറി ഇറങ്ങി, എല്ലാ സ്മോൾ ക്യാപ്പിലൂടെയും കയറി ഇറങ്ങി എനിക്ക് നാളത്തേക്ക് നല്ലത് എന്ന് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് 5 സ്റ്റോക്സ് ആയിരിക്കും എൻ്റെ ടോപ്പ് 5 സ്റ്റോക്സിലുണ്ടാകുക. എന്നാൽ എന്താണ്, നമുക്ക് വേറെയും കുറച്ച് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലുണ്ടാവും. അത് ചിലപ്പോൾ നാളെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവില്ല, അത് കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. എന്നാലും എന്താണ്, അതും കൺസിഡർ ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ എന്താണ് നെക്സ്റ്റ് 5 സ്റ്റോക്സ് എന്ന് ഞാനിവിടെ ആഡ് ചെയ്തു. ഞാനതിന് ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താണ്, ഇവിടെ ഞാൻ ആ സ്റ്റോക്കുകൾ ആഡ് ചെയ്യും. ഇപ്പം ഏതെങ്കിലും ജിയോ ഫിനാൻസ്, അതേപോലെ തന്നെ ഏതാണ് VBL, അതേപോലെ ഏതെങ്കിലും ഇപ്പം ഫാക്റ്റ്, ഇവിടെ എക്സൈഡ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഇപ്പം EH ഹോട്ടൽ, ഞാനിവിടെ റാൻഡമായിട്ട് 5 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, എൻ്റെ നാളെ ട്രേഡ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ റെഡിയാണ്, അത് കഴിഞ്ഞ് കൺസിഡർ ചെയ്യേണ്ട സ്റ്റോക്കുകൾ റെഡിയാണ്. അപ്പം നാളെ ഞാൻ എന്താണ്, മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ ഫോളോ അപ്പും അല്ലെങ്കിൽ എൻ്റെ മുഴുവൻ നോട്ടവും ഈ 10 സ്റ്റോക്കുകളിലായിരിക്കും. അല്ലാതെ വേറെ ആ സമയത്ത് സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ വേറെ കുറേ സ്റ്റോക്സിൻ്റെ പുറകെയോ സ്കാനറിൻ്റെ പുറകെയോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. ഞാൻ ഇവിടെയായിരിക്കും സ്റ്റോക്സ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു വാച്ച് ലിസ്റ്റ് 3യിൽ മാത്രമായിരിക്കും നാളെ ത്രൂ ഔട്ട് ഡേ ഞാൻ ഇരിക്കുക, വേറെ സ്റ്റോക്കുകളിലോട്ട് പോകത്തില്ല. അതുവഴി എന്താണ്, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നല്ല ഒരു എന്താ പറയുക പ്രോപ്പറായിട്ട് ട്രേഡ്സ് എടുക്കാനും ഓവർ ട്രേഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇനി 4ാമത്തേതിൽ വന്നു കഴിയുമ്പോൾ ഞാനിവിടെ പുതിയൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഞാനിവിടെ മന്ത്ലി ബ്രേക്കൗട്ട് എന്ന് ഞാനിവിടെ ഒരു പേര് കൊടുത്തു. ഓക്കെ, മന്ത്ലി ബ്രേക്കൗട്ട്സ് കൊടുത്തു. ഞാനിവിടെ ഒരു കളർ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ HDFC ലൈഫ് കൊടുത്തു. HDFC ലൈഫിൽ ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് വരുന്നുണ്ട്. ഇവിടെ മന്ത്ലിയിലൊരു ബ്രേക്കൗട്ട് ഉണ്ട്. സെയിം ടൈം ഞാൻ SDBL കൊടുത്തു. SDBLൊരു ബ്രേക്കൗട്ട് വരുന്നുണ്ട്. ഇനി അപ്പോളോ ട്യൂബ് ഞാനിവിടെ കൊടുത്തു. സോ അപ്പോളോ ട്യൂബിലൊരു ബ്രേക്കൗട്ട് വരുന്നുണ്ട്. സെയിം ടൈം വേറെ ഏതാണ്, ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. ഇപ്പം കിരി ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അപ്പം അതിലൊരു ബ്രേക്കൗട്ട് വരുന്നുണ്ട്. സോ ഇവിടെ എന്താണ്, ഞാൻ മന്ത്ലി ബ്രേക്കൗട്ട് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം നാളെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ട്രേഡ് എടുക്കേണ്ട എൻ്റെ ലിസ്റ്റ് ഇതാണ്. ഞാൻ ഇതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എനിക്കിനി എൻഡ് ഓഫ് ദി ഡേയിൽ ഇല്ലെങ്കിൽ ഒരു ബിഗ് ബ്രേക്കൗട്ട് ട്രേഡ്സ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഞാൻ ഇതിലായിരിക്കും ഒബ്സർവ് ചെയ്യുക. അപ്പം ഫസ്റ്റ് എന്താണ്, ഇത് നോക്കുന്നത് വഴി നമുക്ക് എന്താണ് സെക്ടർ ഇല്ലെങ്കിൽ ഏത് ഇൻഡെക്സ് ആണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്, ആ ഒരു സെക്ടർ ബേസ്ഡ് സ്റ്റോക്കുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ F&O സ്റ്റോക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ വന്നുകൊണ്ട് അതുവഴി നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിലും രാവിലെ വരുന്നു, നിങ്ങൾക്ക് IT സെക്ടർ നോക്കുന്നു. ഇപ്പം ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവിൽ പോയത് ഏതാണ്, നെഗറ്റീവിൽ പോയത് നോക്കുമ്പോൾ ഫാർമയാണ് പോയത് അല്ലേ, ഫാർമയാണ് നെഗറ്റീവിലുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ ഫാർമയുടെ 5 മിനിറ്റ്സ് ചാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഫാർമയിൽ ഒരു നെഗറ്റീവ്നെസ് തോന്നുവാണ്, ഇന്ന് ഇൻട്രാഡേ ഷോർട്ടാണ് നല്ലതെന്ന് തോന്നുന്നു. നേരെ നിങ്ങൾ രണ്ടാമത്തെ വാച്ച് ലിസ്റ്റിൽ വരുന്നു. ഇവിടെ എന്താണ്, ഫാർമയിലോട്ട് പോവുക. ഓക്കെ, ഫാർമ സെർച്ച് ചെയ്താൽ വരുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ 1 by 1 ആയിട്ട് നോക്കണം. എനിവേ ഇവിടെ എന്താണ്, നമുക്കിതിനെ കൊളാപ്സ് ചെയ്തിടാം. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ കൊളാപ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. ഓക്കെ, ഞാനിവിടെ തൊട്ടേ അത് സോ ഇവിടെ എന്താണ്, നമുക്ക് പെട്ടെന്ന് വന്നെങ്കിൽ പേരങ്ങ് നോക്കിയാൽ മതി അല്ലേ, പെട്ടെന്ന് വന്ന് പേര് നോക്കിയാൽ മതി. നേരെ വരുന്നു, ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ, മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, റിയാലിറ്റി, സർവീസ്, ഇതൊക്കെ കൊളാപ്സ് ചെയ്തിടുക. അപ്പോൾ അപ്പുറത്ത് നമുക്ക് ഫാർമയാണ് ഇന്ന് ഷോർട്ടിന് നല്ലതെന്ന് തോന്നി. നേരെ വരുന്നു, എന്ത് ചെയ്യുന്നു, നമ്മൾ ഹെൽത്ത് കെയർ എടുക്കുന്നു. ഹെൽത്ത് കെയർ എടുത്തിട്ട് എന്താണ്,
ഹെൽത്ത് കെയർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റോക്സിൽ ഇപ്പം നെഗറ്റീവായിട്ട് പോകുന്ന ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ട്, ഡിവിസ് ലാബ് ഉണ്ട്, ഇല്ലെങ്കിൽ ഗ്ലെൻമാർക്ക് ഉണ്ട്, അതിലെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരും. സോ ഇങ്ങനെയൊരു വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ലിസ്റ്റ്, നാലാമത്തത് ബിഗ് ബ്രേക്ക് ഔട്ട്. ഇനി അഞ്ചാമത്തതിൽ എന്താണ് നമുക്കിവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കവറിൽ ഗ്ലോബൽ ഇൻഡീസസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എഗെയിൻ ഞാൻ ഗ്ലോബൽ ഇൻഡീസസ് എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു. മൈ ലിസ്റ്റിൽ വന്നിട്ട് ഞാൻ ഈ ഗ്ലോബൽ ഇൻഡീസസിനെ കൊണ്ടുപോയി എവിടെയാ അഞ്ചാമത്തതിലിട്ടു. ഓക്കെ, 4 ഓൾറെഡി മന്ത്ലി ബ്രേക്ക് ഔട്ട് ഉണ്ട്. സോ അഞ്ചാമത്തേലിട്ടു. സോ അഞ്ചാമത്തതിൽ നോക്കുന്നത് വഴി എന്താണ് നമുക്കിവിടെ ഗ്ലോബൽ ഇൻഡീസസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. US 100ഉം അതേപോലെ തന്നെ ഇവിടെ ഹാങ്സെങ്ങും ബാക്കിയുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുവഴി എന്താണ് നമ്മൾ രാവിലെയോ ഇല്ലെങ്കിൽ രാത്രിയോ ഒക്കെ നമുക്ക് വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ എന്താണ് നടന്നത്, എന്താണ് നടക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒരു പരിധി വരെ നമുക്ക് വീണ്ടും ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കൊരു നല്ല ക്ലാരിറ്റി കിട്ടും. സോ ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള 2, 3, 4, 5 ലിസ്റ്റാണ് ഞാനിവിടെ ആക്കിയത്. ഈ 5 വാച്ച് ലിസ്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നാളെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്റ്റോക്സിൽ ട്രേഡ് എടുക്കണമെന്ന് ഡൗട്ടൊന്നുമില്ല. നേരെ 3 വരുന്നു. ഇത് രണ്ടുമാണ് എൻ്റെ ടോപ്പ് പ്രിയോറിറ്റി, ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി, ഇതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റോക്ക്. ഫസ്റ്റ് പ്രിയോറിറ്റി സ്റ്റോക്കുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എഗെയിൻ നിങ്ങൾക്ക് വീണ്ടും ഫർദർ ഒരു അഡീഷനും കൂടെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുക, വേറെ ഒരു വാച്ച് ലിസ്റ്റിലോട്ടും പോകരുത്. രണ്ടാമത് നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന സെക്ടർ ഏതാണെന്ന് നോക്കുക, ഇല്ലെങ്കിൽ മൂവ് ചെയ്യാത്ത സെക്ടർ ഏതാണെന്ന് നോക്കുക. രണ്ടാമത്തെ വാച്ച് ലിസ്റ്റിൽ വരിക, നേരെ ഇവിടെ ഏതാണോ എന്താ പറയുക സെക്ടർ, ഇപ്പം നമുക്ക് ഹെൽത്ത് കെയർ ആണ് ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾ ആണ് കൺസ്യൂമർ ഡ്യൂറബിൾ, കൺസ്യൂമർ സർവീസ് ആണ് സർവീസ്, ആ ഒരു സെക്ടർ സെലക്ട് ചെയ്യുക. ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇനി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഈ ഒരു വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായോ, അതോ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല വാച്ച് ലിസ്റ്റാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി സെറോദിലൊക്കെ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ കയറി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.